നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ചു വാ മോളെ. ഹലോ മാഡം, മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ മാഡം. നീ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമെന്ന് ഞാൻ വിളിക്കും. ശരി മാഡം. ഇത്ര മനോഹരമായൊരു ദിവസം തന്നതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. തിരക്ക് കാരണം വരാൻ കഴിയാത്ത സന്ധ്യയും സ്കൂൾ ഹോസ്റ്റലിലുള്ള ആവണിമോളും ഒഴികെ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് ഇത്രയധികം സന്തോഷിച്ച ദിവസം അടുത്തെങ്ങും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ നന്ദന്റെ തിരിച്ചുവരവും ഇതുപോലെ എല്ലാവരും കൂടി ചേരുന്ന ഒരു ദിവസവും ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്നോടൊപ്പമുണ്ട്. മരുമക്കളായ മക്കളും കൂടെയുണ്ട്. ഇനി ഇന്ന് ഈ രാത്രി ഈശ്വരൻ എന്നെ തിരിച്ചു വിളിച്ചാലും വേണ്ടില്ല. അത്രയധികം സന്തോഷവാനാ ഞാൻ. മക്കള് കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനായ അച്ഛൻ. മാഷും എന്റെ അതേ മാനസികാവസ്ഥയിലായിരിക്കും. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഏതൊരച്ഛനും ഇന്ന് സന്തോഷിക്കുന്ന ദിവസം. ഇവിടെ നടക്കുന്ന ഏതൊരാഘോഷത്തിനും എനിക്കിതുവരെ മനസ്സ് തുറന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈശ്വരന്റെ അനുഗ്രഹത്താലും എന്റെ അർച്ചന മോളുടെയും സന്ധ്യയുടെയും പ്രയത്നത്തിലും എന്റെ മകൻ തിരിച്ചു വന്നു. പല വിഷമഘട്ടത്തിലും എന്റെ ജീവൻ തിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടും ഈശ്വരൻ അത് ചെവിക്കൊള്ളാതിരുന്നത് എന്തിനാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനിയും സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനിയിപ്പോ പിറന്നാൾ ആഘോഷിക്കുന്ന ആളെ ഞാൻ 2 വാക്ക് പറയാനായി ക്ഷണിക്കുന്നു. നന്ദേടാ വാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്തരത്തിലുള്ളൊരു പിറന്നാൾ ആഘോഷം. ഒരിക്കൽ പോലും നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എല്ലാത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈശ്വരനെ പോലെ തന്നെ അർച്ചനയോടും സന്ധ്യയോടുവാ. കുറച്ച് വർഷങ്ങളായി എന്റെ ജീവിതം നിയന്ത്രിച്ചിരുന്നത് ഞാനല്ലായിരുന്നു. മറ്റാരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളിലും
തെറ്റിദ്ധാരണയിലുണ്ടായ പകയിലും ഞാൻ എന്നെ ബലി കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇതുപോലൊരു രാത്രി എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടായിരുന്നു. ആ കൂരിരുട്ടിൽ ലക്ഷ്യബോധവും ദിശാബോധവും ഇല്ലാതെ അലഞ്ഞു തിരികെയായിരുന്നു ഞാൻ. ഞാൻ കാരണം എന്റെ അച്ഛൻ ഇത്രയും കാലം വിഷമിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്നെപ്പോലൊരു മകന് സഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു. തെറ്റെന്റേതല്ലെങ്കിലും ഞാൻ കാരണം എന്റെ അച്ഛനുണ്ടായ വിഷമത്തില് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു. ആ എന്നാ പിന്നെ ഇനി ലേറ്റ് ആക്കാതെ നമുക്ക് ആ കേക്കാൻ കെട്ടിയതാലോ. അതെ, നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. അർച്ചന, ആ കേക്കിങ് എടുക്ക. ആ. Happy birthday to you. Happy birthday to you. Happy birthday, dear Nandettan. Happy birthday to you. നന്ദ, അവന്തേക്ക് കൊടുത്ത്. മതി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇത് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.